അദ്ദേഹം പറഞ്ഞതിന് ഞാൻ മറുപടി പറയേണ്ടതില്ല. അദ്ദേഹം എന്താ പറഞ്ഞത് എനിക്കറിയുകയുമില്ല. പിന്നെ സ്ത്രീകൾക്ക് യാത്ര പോവാൻ കൂടെ ഭർത്താവ് അല്ലെങ്കിൽ മഹ്റം വേണമെന്ന് ഇപ്പോൾ ഹജ്ജിൻ്റെ നിയമത്തിൽ വരെ ഉണ്ടല്ലോ. അന്യ സ്ഥലത്തേക്ക് സ്ത്രീകൾ യാത്ര പോകുമ്പോൾ അവർക്ക് വിശ്വസ്തത കൈവരിക്കാനുള്ള പുരുഷന്മാർ കൂടി വേണം. അത് ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ, പിതാവ് തുടങ്ങിയ ആളുകൾ വേണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ സ്ത്രീ യാത്ര പോകേണ്ടതുള്ളൂ. പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നിങ്ങൾ ഭാര്യമാരെ ഒറ്റയ്ക്ക് നിങ്ങൾ വിടൂലല്ലോ അവിടെ. അങ്ങനെ ഏതെങ്കിലും ഒരുപക്ഷെ നിങ്ങളെ ഒരു ഭാര്യ ഉണ്ടായിരിക്കാം. പൊതുവെ ആരും അങ്ങനെ വിടാറില്ല. അവർക്ക് സൗകര്യം തിക്കുകൂടാനൊന്നും കഴിയും. ചിലപ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് തിക്കും ഒക്കെ ഉണ്ടാവും. അതുവരെ സ്ത്രീകൾക്ക് കഴിയില്ല. അപ്പോൾ കൂടെ ഒരാളൊരു പുരുഷനുണ്ടാവുക അത് സ്വാഭാവികമാണ്. അതായത് ഈ നഫീസുമ്മ പോയത് അവരുടെ മകളുടെ കൂടെയാണ് പോയത്. അതൊന്നും എനിക്കറിയില്ല. ഇബ്രാഹിം പറഞ്ഞത് നഫീസുമ്മ, ഞാനതൊന്നും അറിയില്ല. ഞാൻ മറുപടി പറയേണ്ടതില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏത് ഇബ്രാഹിമാ പറഞ്ഞത്, ഏത് നഫീസുമ്മയാണ്, അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആ വിവരം തന്നെ സക്കാഫി പുഴക്കാട്ടിരി ഞാൻ കേട്ടിട്ടേ ഇല്ല.